ശ്രീ ലളിതാർച്ചന ചന്ദ്രികയും രാജരാജേശ്വരി കൽപ്പത്തിലും മറ്റുള്ള ഗ്രന്ഥങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്ന ഭസ്മാധാരണത്തിൻ്റെ വിധികൾ വ്യത്യസ്തമായി കാണുവാൻ കഴിയും. അവരവരുടെ ഗുരുനാഥൻ പറഞ്ഞ അനുസരിച്ചുള്ള രീതികളിൽ ഭസ്മധാരണം ചെയ്യുക എന്നത് മാത്രമാണ് നമുക്ക് അനുവർത്തിക്കാൻ പറ്റുന്നത്. ത്രിപുണ്ഡ്രമായി ഭസ്മധാരണം ചെയ്യുമ്പോൾ അതിനെ ശിരോവ്രതം എന്ന് പറയുന്നു. ശിരോവ്രതം, ശിവവ്രതം എന്നും ഭസ്മധാരണത്തിന് പേരുകളുണ്ട്. വിദ്യാവണ്ണം യഥാസ്ഥാനങ്ങളിൽ നിർദ്ദിഷ്ട സമയം ഭസ്മം ധരിച്ചാൽ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും പുഷ്ടിവർദ്ധനവുണ്ടാകും. ഭസ്മം സ്വയം ശുദ്ധമാണ്. ശുദ്ധഭസ്മം, യാഗഭസ്മം, ചുടലഭസ്മം ഇത്യാദി പലതരം ഭസ്മങ്ങളാണ് ഉള്ളത്. ഭസ്മം പ്രസാദമായി നൽകുമ്പോൾ ധൂളിയായിട്ടാണ് നൽകേണ്ടത്. താഴെ വീഴാതെ വളരെ ശ്രദ്ധയോടുകൂടി ഭസ്മം നൽകണം. ശിവസ്വരൂപമാണ് ഭസ്മമെന്നത്. സർവപാപ പരിഹാരത്തിനാണ് ഭസ്മധാരണം നാം ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ചിലർ പ്രഭാതത്തിൽ ഭസ്മം ജലം ചേർത്തും ഉച്ചയ്ക്ക് ചന്ദനം ചേർത്തും വൈകുന്നേരം നനയ്ക്കാതെയും ധരിക്കുവാൻ വിധിയുണ്ട്. ചാണകം കൊണ്ടാണല്ലോ സാധാരണ ഭസ്മം നിർമ്മിക്കുക. ചാണകത്തിന് ഗോമയം എന്നും ഒരു നാമമുണ്ട്. വിവിധതരം മാന്ത്രിക കർമ്മങ്ങളിൽ വിവിധ നിറത്തിലുള്ള പശുക്കളുടെ ചാണകം നിലത്തു വീഴുന്നതിന് മുന്നേ ശേഖരിച്ച് അതിൽ ഗോമൂത്രം കൂട്ടി വിധിപ്രകാരം അഗ്നിയിൽ ദഹിപ്പിച്ച് അരിച്ച് മന്ത്രജപം ഒരു പ്രത്യേക രീതിയിൽ ചെയ്താണ് ഭസ്മം ചിലർ ധരിക്കുന്നത്. ശിവനും ശൈവസംബന്ധമായ ദേവതകൾക്കും പ്രത്യേകിച്ച് സുബ്രഹ്മണ്യനുമാണ് ഭസ്മത്തിന് പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത്. ഭസ്മത്താൽ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യാറുമുണ്ടല്ലോ. ഭസ്മം എന്ന പേരിൽ ഇന്ന് വിറ്റഴിക്കപ്പെടുന്ന വെളുത്ത പൊടികൾ പലതും യഥാർത്ഥ ഭസ്മമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം കച്ചവട ഭസ്മങ്ങൾ നാം ഉപയോഗിച്ചാൽ എന്താണ് പ്രയോജനമെന്ന് നാം സ്വയം തിരിച്ചറിയണം.